Okay, let's start. Hello, hi. Welcome back to Eduport. So, in the Adhyatha class, in the Adhyatha live, and we're going to look into a very first chapter, How I Taught My Grandmother to Read, written by Sudhamurthy. Sudhamurthy എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഓഥർ എഴുതിയിട്ടുള്ള ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറി അല്ലെങ്കിൽ ഒരു മെമ്മോയർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഉപയോഗിച്ച വാക്ക് എന്ന് പറയുന്നത് സെമി ഓട്ടോബയോഗ്രഫിക്കൽ എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ ആത്മകഥാംശമുള്ളത് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്കൊരു കഥ പോലെ പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ വേറെയും ഒരു വേർഡ് യൂസ് ചെയ്യും, മെമ്മോയർ. മെമ്മോയർ എന്ന് വെച്ചാൽ പ്യോർലി അതൊരു സംഭവ കഥയാണ്, ഒരാളുടെ ആത്മകഥയുടെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു അനുഭവ കഥയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ സുധാമൂർത്തി ഈസ് ആൻ ഇന്ത്യൻ ഓഥർ ആൻഡ് ഷീ ഈസ് ടെല്ലിംഗ് ഹൗ ഷീ ടോട്ട് ഹർ ഗ്രാൻഡ് മദർ ടു റീഡ്. അതാണ് ഈ ഒരു ഹോൾ ചാപ്റ്റർ ഓർ ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് സുധാമൂർത്തിയുടെ കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുന്നേ ഐ ഹാവ് ഓൺലി വൺ റിക്വസ്റ്റ്. നിങ്ങൾ ഈ ലൈവ് മുഴുവനായിട്ട് ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, എന്തായാലും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഷെയർ ബട്ടണിലൂടെ കാണാൻ പറ്റും, ആൻഡ് ഷെയർ ഇറ്റ് ടു മാക്സിമം ഫ്രണ്ട്സ്. എന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ കുറച്ചധികം പേർക്ക് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലൈക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അടിച്ചിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ലെറ്റ്സ് ബിഗിൻ വിത്ത് എ വെരി ഫസ്റ്റ് ചാപ്റ്റർ, ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. ഓക്കെ, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും, അത് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വൈ. പക്ഷേ ഇത് വളരെ സിമ്പിളായ ചാപ്റ്ററാണ്. ഇറ്റ്സ് എ വെരി ക്യൂട്ട് ചാപ്റ്റർ. ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, എന്തോ ഒരു വാംത്ത് ഉള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ദർ ആർ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഇൻ ആ ടെക്സ്റ്റ് ബുക്ക്, ദാറ്റ് ഈസ് ഫോർ യു. നിങ്ങൾക്കാണത്. നിങ്ങൾ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ്, ക്ലാസ് റൂമിൽ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഐ ഹോപ്പ് യു ഗൈസ് മസ്റ്റ് ഹാവ് ഓൾറെഡി ഡൺ ദ ഡിസ്കഷൻ. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിൽ നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് ഈ ഒരു ലൈവിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലേറ്റർ ഓൺ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പിക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ ഒരു ലൈവ് ചെയ്യാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ്. വൃത്തിക്കും വെടിപ്പിനും നമുക്കത് പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാനിതിൻ്റെ ലൈൻ ബൈ ലൈൻ അർത്ഥം പറയാം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കുക. നിങ്ങൾ പരമാവധി ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. When I was a girl of about 12, I used to stay in a village in North Karnataka with my grandparents. Those days, the transport system was not very good. So we used to get the morning paper only in the afternoon. The weekly magazine used to come on one day late. All of us would wait eagerly for the bus, which used to come with the papers, weekly magazines and the post. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ദിസ് ഈസ് എ സെമി ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറി ഓർ എ മെമ്മോയർ. അപ്പോൾ സുധാമൂർത്തിയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. വെൻ ഷീ വാസ് എ ഗേൾ അബൌട്ട് 12 years old, അവൾക്ക് 12 വയസ്സുണ്ടായിരുന്ന സമയത്ത്, സുധാമൂർത്തി എന്ന് പറയുന്ന അത്യാവശ്യം പ്രായമുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ, നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. 12 വയസ്സുണ്ടായിരുന്ന സമയത്ത് സുധാമൂർത്തി ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ കർണാടകയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വെർ ഷീ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് വാസ് കർണാടക. കർണാടകയിലുള്ള ഒരു റൂറൽ വില്ലേജിലായിരുന്നു ജനിച്ചതും വളർന്നതൊക്കെ. ആ ദിവസങ്ങളിലുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം, അതായത് ബസ്സാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അത്ര അങ്ങോട്ട് നല്ലതായിരുന്നില്ല. ഇറ്റ് വാസ് റിയലി ദാറ്റ് ഗുഡ്. സോ അവർക്ക് മോർണിംഗ് പേപ്പർ, അതായത് രാവിലെ, ഇപ്പം നമ്മൾ പത്രമൊന്നും വായിക്കാറില്ല, പക്ഷേ പണ്ട് കാലത്ത് ഒരു കാര്യമാണ് പറയുന്നത്, പത്രമൊക്കെ കിട്ടിയിരുന്നത്, രാവിലെ കിട്ടേണ്ട പത്രം കിട്ടിയിരുന്നത് ഉച്ചക്കായിരുന്നു. വീക്ക്ലി മാഗസിൻ യൂസ് ടു കം വൺ ഡേ ലേറ്റ്. ഇപ്പോൾ വിചാരിക്കുക, തിങ്കളാഴ്ച വരേണ്ട ഒരു വീക്ക്ലി മാഗസിന് നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? വാരിക എന്ന് പറയും. യു ഡോണ്ട് ഹാവ് ടു റിമെമ്പർ ദാറ്റ്. നിങ്ങൾക്ക് വാരിക എന്ന് പോലും ചിലപ്പോൾ അൺഫെമിലിയർ ആയിരിക്കും. പക്ഷേ എന്താണ്, ആഴ്ചയിൽ തോറും വരുന്നതിനെയാണ് നമ്മൾ വീക്ക്ലി ഓർ വാരിക എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത്. ഇറ്റ് യൂസ് ടു കം വൺ ഡേ ലേറ്റ്. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വരേണ്ടത്. തിങ്കളാഴ്ച വരേണ്ടത് ചിലപ്പം ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയിരിക്കും വരിക. All of us would wait eagerly. What do you mean by eagerly? വളരെ എക്സൈറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ആകാംക്ഷയോടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തിൽ, ആകാംക്ഷ.
ആകാംക്ഷ എന്നൊക്കെ പറയില്ലേ. ഇനി നിങ്ങൾ മലയാളമായിരിക്കുമോ എനിക്ക് വീക്ക് എന്ന് എനിക്കറിയില്ല. I'm just giving you the Malayalam meaning for the bus, which used to come with the papers, weekly magazines and the post. ഇതെല്ലാം കൂടെ ബസ്സിനാണ് വരിക. ആൻഡ് ദ പബ്ലിക് ട്രാൻസ്പോർട്ട് wasn't really that good. അത്ര നല്ലതൊന്നും ആയിരുന്നില്ല ബസ് സർവീസുകളൊന്നും. അപ്പോൾ ഇതെല്ലാം വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് ഈ ആദ്യത്തെ ഒരു ഭാഗത്ത് സുധാമൂർത്തി നമുക്ക് പറഞ്ഞു തരുന്നത്. At that time, Triveni was a very popular writer in the Kannada language. She was a wonderful writer. Her style was easy to read and very convincing. ഇനി നമുക്കൊരു റൈറ്ററെ കുറിച്ചിട്ട് പറഞ്ഞു തരാം. ആ റൈറ്ററുടെ പേരാണ് ത്രിവേണി. ആൻഡ് യു നീഡ് ടു റിമെമ്പർ ദിസ് നെയിം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്റർ ബേസ്ഡ് ചോദിച്ചു കഴിഞ്ഞാൽ വി കുഡ് ആക്ച്വലി യൂസ് ദിസ് നെയിം, അല്ലെങ്കിൽ ഈ റൈറ്ററിനെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. സോ ത്രിവേണി ഈസ് എ കന്നഡ റൈറ്റർ. കന്നഡ ലാംഗ്വേജിൽ എഴുതുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു ത്രിവേണി എന്ന് പറയുന്നത്. ഷി വാസ് എ വണ്ടർഫുൾ റൈറ്റർ. ഇനി അവരുടെ പ്രത്യേകത എന്താണെന്ന് കൂടെ പറയുന്നുണ്ടായിരുന്നു. വൈ ഷി വാസ് എ വണ്ടർഫുൾ റൈറ്റർ? ബിക്കോസ് അവർ സ്റ്റൈൽ വാസ് ഈസി ടു റീഡ് ആൻഡ് വെരി കൺവിൻസിങ്. വളരെ ലെയ്മൻ ലാംഗ്വേജിൽ വളരെ സിമ്പിളായിട്ട് എഴുതുന്ന ഒരു റൈറ്റർ ആയിരുന്നു ത്രിവേണി. ആൻഡ് ഓൾസോ അവർ എഴുതുന്നത് ഭയങ്കര കൺവിൻസിങ് ആണ്. നമുക്ക് ചില കഥകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല, നമുക്കൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യില്ല, ഓ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ത്രിവേണി, ഷീ റൈറ്റ്സ് ഇൻ എ വെരി കൺവിൻസിങ് സ്റ്റൈൽ. അത് എല്ലാവർക്കും വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നുന്ന ഒരു പ്രത്യേക ഒരു ശൈലിയിലാണ് അവർ എഴുതുക. Her stories usually dealt with complex psychological problems in the lives of ordinary people and were always very interesting. അവരുടെ പ്രത്യേകത, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇത്ര കൺവിൻസിങ് ആവാനുള്ള കാരണം, ബിക്കോസ് ഷീ ഓൾവേസ് ഡെൽറ്റ് വിത്ത് കോംപ്ലക്സ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഓഫ് ഓർഡിനറി പീപ്പിൾ. സാധാരണ മനുഷ്യന്മാർക്കാണ് നമ്മൾ ഓർഡിനറി പീപ്പിൾ എന്ന് പറയാം. സാധാരണ മനുഷ്യന്മാരുടെ വളരെ കോംപ്ലക്സ് ആയ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സൈക്കോളജിക്കലായ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്, മാനസികമായുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വി ഹാവ് ചാലഞ്ചസ്, ഒബ്സ്റ്റക്കിൾസ്, വി ഹാവ് മെനി ഡിഫിക്കൽട്ടീസ് ദാറ്റ് മേ കം അക്രോസ് ഇൻ അവർ ലൈഫ്. അതൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്നതാണ്. നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. അങ്ങനെ നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ത്രിവേണി എഴുതിയിരുന്നത്. അതുകൊണ്ടാണ്, അതും ദാറ്റ് ടു ഇൻ എ വെരി ഇൻട്രസ്റ്റിംഗ് വേ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയൊരു പ്രത്യേക ഒരു ശൈലിയിലൂടെയാണ് എഴുതിയത്. അതുകൊണ്ടാണ് ത്രിവേണി ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണം. ത്രിവേണി ഇത്രയും എന്താ പറയുക, ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഓതർ, ഓർ വി കുഡ് സേ ജനപ്രീതി ഉള്ളത് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈറ്റർ കൂടിയായിരുന്നു നമ്മുടെ ത്രിവേണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ. അന്നത്തെ കാലത്ത് കന്നഡ ലാംഗ്വേജിൽ എഴുതിയിരുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ത്രിവേണി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മച്ച് ഈസ് അണ്ടർസ്റ്റുഡ്. ഓക്കെ അല്ലേ? ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ യു കുഡ് പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്, ഞാൻ കാണുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. എന്താ ഇനി നടന്നത്? അൺഫോർച്ചുനേറ്റ്ലി ഫോർ കന്നഡ ലിറ്ററേച്ചർ, ഷീ ഡൈഡ് വെരി യങ്. ഈവൻ നൗ, ആഫ്റ്റർ 40 years, people continue to appreciate her novels. One of her novels called കാശിയാത്ര, ഇത് പേര് എന്തായാലും ഒന്ന് ഓർത്ത് വെക്കണം. കാശിയാത്ര എന്നുള്ളത് ത്രിവേണി എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. വാസ് അപ്പിയറിംഗ് ആസ് എ സീരിയൽ ഇൻ കന്നഡ വീക്ക്ലി Karmavira then. It is the story of an old lady and her ardent desire to go to Kashi or Varanasi. Most Hindus believe that going to Kashi and worshipping Lord Visheshwara is the ultimate punya. എന്താ അവിടെ പറഞ്ഞത്? അൺഫോർച്ചുനേറ്റ്ലി ഓർ നിർഭാഗ്യവശാൽ കന്നഡ ലിറ്ററേച്ചറിൻ്റെ, കന്നഡ സാഹിത്യത്തിൻ്റെ നിർഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു? ഷീ ഡൈഡ് വെരി യങ്. ഹൂ ഡൈഡ് വെരി യങ്? ഇവിടെ ത്രിവേണിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ത്രിവേണി എന്ന് പറഞ്ഞ റൈറ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അപ്പോൾ സുധാമൂർത്തിയുടെയും എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ് ത്രിവേണി ജീവിച്ചതും മരിച്ചതൊക്കെ. എന്നിട്ട് സുധാമൂർത്തി പറയാണ്, ഈവൻ ആഫ്റ്റർ 40 years, 40 വർഷം കഴിഞ്ഞിട്ടില്ലേ, ഈവൻ നൗ പീപ്പിൾ ആർ അപ്രീഷിയേറ്റിംഗ് ഹെർ നോവൽസ്. കാരണം എന്താ? അത് ഭയങ്കര ടൈംലെസ് ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ആണ്. ടൈംലെസ് എന്ന് വെച്ചാൽ എന്താണ്? ചില കാര്യങ്ങൾ, ചില സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ കാണുമ്പോൾ വലിയ രസം ഉണ്ടാവും, പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബോറടിക്കും. ഓ, ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മൾ പണ്ട് എൻജോയ് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തോന്നാറില്ലേ? എനിക്ക് തോന്നാറുണ്ട്. ഞാനൊരു ചെറുതായിരുന്ന സമയത്ത്, ഒരു 7th or 8th പഠിക്കുന്ന സമയത്ത്, ദ മൂവീസ് ഐ എൻജോയ്ഡ്. പിന്നെ ഞാൻ ലേറ്റർ ഓൺ അത് ഇപ്പോഴൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് അത്ര അങ്ങോട്ട് വർക്ക് ആവാറില്ല. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ലേ? നിങ്ങൾ പണ്ട് കണ്ട വല്ല ആനിമേഷൻ മൂവീസോ, ആനിമേറ്റഡ് മൂവീസോ, ഓർ ഈവൻ കാർട്ടൂൺസ്, ഓർ മൂവീസ് ദാറ്റ് you had liked before, but now you can't relate to it. അങ്ങനത്തെ ഒരു ഇമോഷൻസ് നമുക്ക് എല്ലാവർക്കും വരാറുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം എല്ലാവർക്കും വരാറുണ്ട്. അതുപോലെ അല്ല പക്ഷേ ത്രിവേണിയുടെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈംലെസ് ക്ലാസിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഈവൻ നൗ പീപ്പിൾ കണ്ടിന്യൂ ടു അപ്രീഷിയേറ്റ് ഹെർ നോവൽസ്. ഇപ്പോഴും ആളുകൾ അത് ഭയങ്കര സംഭവമാക്കി അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാറുണ്ട്.
ഇനി അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വൺ ഓഫ് എ ഫേമസ് നോവൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് കാശി യാത്ര. ആ പേര് നിങ്ങൾ മറന്നു പോരുത്. അത് വീക്ക്ലി ആയിട്ട് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ആ ഒരു മാഗസീൻ്റെ പേരാണ് കർമ്മവീര എന്ന് പറയുന്നത്. ഇനി എന്താണ് കർമ്മവീരയിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ള കാശി യാത്ര എന്ന് പറയുന്ന നോവലിൻ്റെ ഒരു പ്രിമൈസ് എന്ന് പറയുന്നത്? ഇവിടെയാണ് പ്രിമൈസ് കൊടുത്തിരിക്കുന്നത്. പ്രിമൈസ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ കഥകൾക്കും ഒരു 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 കോണ്ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ. എന്താണ് ആ കഥയുടെ മൊത്തത്തിലൊരു പശ്ചാത്തലം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എൻ ഓൾഡ് ലേഡി ആൻഡ് ഹർ ആർഡൻറ്റ് ഡിസയർ ടു ഗോ ടു കാശി ഓർ വാരാണസി. കാശി എന്ന് പറയുന്നതും വാരാണസി എന്ന് പറയുന്നതും ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ, നിങ്ങൾക്ക് ഇനി മാറിപ്പോയത്. ആർഡൻറ്റ് ഡിസയർ, ആർഡൻറ്റ് അടങ്ങാത്ത എന്നാണ് അതിൻ്റെ അർത്ഥം. അടങ്ങാത്ത, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡിസയർ എന്നും നമുക്ക് പറയാം. സ്ട്രോങ് ഡിസയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. ഡിസയർ, ആഗ്രഹം, ഭയങ്കരമായ ആഗ്രഹമാണ്. ഒരു പ്രായമായ ഒരു സ്ത്രീക്ക് കാശിയിലേക്ക് അല്ലെങ്കിൽ വാരാണസിയിലേക്ക് പോകാനുള്ള അവരുടെ അടങ്ങാത്ത ആഗ്രഹത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു നോവലിൻ്റെ കാശി യാത്രയുടെ ഒരു കോണ്ടെക്സ്റ്റ് ഓർ പ്രിമൈസ് എന്ന് പറയുന്നത്. Most Hindus believe that going to Kashi and worshipping Lord Visheshwara is the ultimate punya. ലോകത്തെമ്പാടുമുള്ള ഒരുപാട് ഹിന്ദുസ്, അല്ലെങ്കിൽ മൊത്തത്തിൽ പൊതുവെ ഹിന്ദുസിൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം, അവരുടെ ഒരു റിലീജിയസ് ബിലീഫ് പ്രകാരം നമ്മൾ കാശിയിലേക്കോ വാരണസിയിലേക്കോ പോകുന്നതും അതുപോലെ തന്നെ ലോർഡ് വിശ്വേശ്വരയോട് പ്രാർത്ഥിക്കുന്നത്, വേർഷിപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു പുണ്യപ്രവൃത്തി എന്നുള്ളതാണ് ഒട്ടുമിക്ക ഹിന്ദുസിൻ്റെയും ഒരു സ്ട്രോങ് ഫെയ്ത്ത് ഓർ സ്ട്രോങ് ബിലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ആഗ്രഹിച്ചിരുന്ന, കാശിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഓൾഡ് ലേഡിയുടെ കഥയാണ് നമ്മളല്ല ഈ കാശി യാത്രയിലും. കാശി യാത്ര എന്നുള്ള ആ ഒരു പേരിനെ നിങ്ങൾ നോക്കിയേ, കാശി യാത്ര എന്നുള്ള ആ പേര് വന്നതന്നെ നിങ്ങൾ നോക്കിയേ, കാശിയിലേക്കുള്ളൊരു യാത്ര എന്നുള്ളതാണ്. അപ്പോൾ കന്നഡത്തിലും യാത്ര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ട്രാവൽ ഓർ ദ ജേർണി എന്നുള്ളതിനാണ് അതിൻ്റെയും അർത്ഥമായിട്ട് വരുന്നത്. ദിസ് ഓൾഡ് ലേഡി ഓൾസോ ബിലീവ്ഡ് ഇൻ ദിസ് and a struggle to go to there was described in that novel. In the story, there was also a young orphan girl who falls in love, but there was no money for the wedding. അപ്പോൾ ഈ കഥയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഓൾഡ് ലേഡിയും വിശ്വസിച്ചിരുന്നത് ലോർഡ് വിശ്വേശ്വരയെ പ്രാർത്ഥിക്കുകയും വോഷിപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ കാശിയിലേക്ക് പോകുന്നതാണ് വിച്ച് ഈസ് ദി അൾട്ടിമേറ്റ് പുണ്യ. അപ്പോൾ അവരും അതുതന്നെയാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ഒരുപാട് സ്ട്രഗിൾസിനെയാണ് ഈ നോവൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ സ്ട്രഗിൾസ് ടു ഗോ ടു കാശി യാത്ര ഓർ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അത് സംഭവിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ നോവലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വേറെയും ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയുന്നത്, ഹു ഇസ് എ യങ് ഓർഫൻ ഗേൾ. പേരൊന്നും ഇവിടെ സുധാമൂർത്തി നമുക്ക് പറഞ്ഞു തരുന്നില്ല, രണ്ടുപേരുടെയും പേര് പറഞ്ഞു തരുന്നില്ല. ഒരു യങ് ഓർഫൻ ഗേൾ ഉണ്ടായിരുന്നു, ഒരു അനാഥ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആൻഡ് ഷീ ഫെൽ ഇൻ ലവ് വിത്ത് സംബഡി. അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, പക്ഷേ എന്തില്ല, കല്യാണം കഴിക്കാനുള്ള സമ്പത്തോ വകയോ പൈസയോ ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. In the end, the old lady gives away all her savings without going to Kashi. She says the happiness of this orphan girl is more important than worshipping Lord Visheshwara at Kashi. ഈ ഒരു കഥ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നോവൽ അവസാനിക്കുന്നത് വലിയൊരു പാഠം, ഒരു ലെസൺ നമ്മുടെ ഈ ഓൾഡ് വുമൻ മനസ്സിലാക്കിക്കൊണ്ടാണ്. അവരത് നടപ്പിലാക്കിയിട്ടും കൂടിയാണ്. എന്താ അവർ വിശ്വസിക്കുന്നത്? കഥയുടെ അവസാനം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഓൾ സേവിങ്സ് അവർ ഈ ഓർഫൻ ഗേളിന് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ്, ദി ഹാപ്പിനെസ് ഓഫ് ദിസ് ഓർഫൻ ഗേൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഗോയിങ് ടു കാശി ആൻഡ് വേർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര. ലോർഡ് വിശ്വേശ്വരോട് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ കാശിയിലേക്ക് അവസാനം എത്തിപ്പെടുകയും ചെയ്യുന്നതിനേക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പെൺകുട്ടിയെ, ഈ പാവം പിടിച്ച പെൺകുട്ടിയെ സഹായിക്കുക എന്ന് പറയുന്നത്. ദിസ് ഇസ് ആക്ച്വലി ദി അൾട്ടിമേറ്റ് സാക്രിഫൈസ്. ഇതൊരു ഭയങ്കരമായ ത്യാഗമാണ് അല്ലേ? എല്ലാവരും ഇങ്ങനെ ചിന്തിക്കണമെന്നില്ല, എല്ലാവർക്കും ഇങ്ങനെ ചിന്തിക്കാനുള്ള മനസ്സുണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് ലോകത്തെമ്പാടുള്ളത്. അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു 99.99% ആളുകൾ, നമ്മളും ഞാനും നിങ്ങളൊക്കെ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിന് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ ആർ ഡ്രീംസ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതൊക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെടാപാട് പെടുന്നതൊക്കെ അല്ലേ? പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കയ്യിലുണ്ടായിരുന്ന എല്ലാ സേവിങ്സും ഒരു ഓർഫൻ ഗേളിന് ഡൊണേറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൾക്ക് കൊടുത്തുകൊണ്ടാണ് ആ ഒരു അൾട്ടിമേറ്റ് പുണ്യം അവർ ചെയ്തത്. സോ ഈ അൾട്ടിമേറ്റ് സാക്രിഫൈസ് എന്തായിട്ട് മാറി? അൾട്ടിമേറ്റ് പുണ്യ ആയിട്ട് മാറി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ പെൺകുട്ടി സ്വന്തം
ലൈഫിൽ ഉണ്ടായിരുന്ന ഈ ഒരു പെൺകുട്ടീനെ കാണാതെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? മലയാളത്തിലല്ലേ നമ്മുടെ ഉള്ളൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിയുണ്ട്. ഇത് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, പക്ഷേ ഉള്ളൂറിൻ്റെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വരിയുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അടുത്തു നിൽക്കോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർക്ക് കരൂപൻ ഈശ്വരൻ അദൃശ്യനായതിൽ എന്താണ് ആശ്ചര്യം. ഇതിലെന്തോ ഒരു രണ്ടോ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയോ? നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ നമുക്ക് കണ്ണുകളില്ലെങ്കിൽ, അവരുടെ സ്ട്രഗിൾസിനെ കാണാൻ നമുക്ക് കണ്ണുകളില്ലെങ്കിൽ, അരൂപൻ ഈശ്വരൻ അദൃശ്യനായതിൽ അല്ലെങ്കിൽ രൂപമൊന്നും ഇല്ലാത്ത ദൈവം അദൃശ്യനായി പോകുന്നതിൽ എന്താണ് ആശ്ചര്യം? നമുക്ക് തൊട്ടടുത്തുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് അദൃശ്യനായിരിക്കും, ദൈവം നമുക്ക് അരൂപനായിരിക്കും. അതിൽ ആശ്ചര്യപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓൾഡ് വുമൻ ചെയ്തതിലെ അൾട്ടിമേറ്റ് സാക്രിഫൈസ് ആണ്, അൾട്ടിമേറ്റ് സാക്രിഫൈസ് വിച്ച് ഈസ് ആൻ അൾട്ടിമേറ്റ് പുണ്യ എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂവിങ് ഓൺ, മൈ ഗ്രാൻഡ് മദർ കൃഷ്ണക്ക, ഗ്രാൻഡ് പേരാണ് കൃഷ്ണക്ക എന്ന് പറയുന്നത്. കൃഷ്ണക്ക നെവർ വെന്റ് ടു സ്കൂൾ, സോ ഷീ കുഡ് നോട്ട് റീഡ്. Every Wednesday, the magazine would come and I would read the next episode of the story to her. അപ്പോൾ എല്ലാ വെനസ്ഡേ ആണ് ഈ ഒരു മാഗസീൻ്റെ ഒരു കോപ്പി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേ ബി അതൊരു 2 ദിവസം മുന്നേ വരേണ്ട ബുക്കായിരിക്കും, പക്ഷെ അവർക്ക് കുറച്ച് ലേറ്റർ ആയിട്ടാണ് കിട്ടിയത്. ആൻഡ് സുധാമൂർത്തി യൂസ് ടു റീഡ് എവറി എപ്പിസോഡ് ഓഫ് ദ സ്റ്റോറി ടു ഹർ ബിക്കോസ് നമ്മുടെ കൃഷ്ണക്ക അല്ലെങ്കിൽ നമ്മുടെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മദറിന് ഇത് സ്വന്തമായിട്ട് വായിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഷീ നെവർ വെന്റ് ടു സ്കൂൾ. അവർ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഡ്യൂറിങ് ദാറ്റ് ടൈം ഷീ വുഡ് ഫോർഗെറ്റ് ഓൾ ഹർ വർക്ക് ആൻഡ് ലിസൺ വിത്ത് ദ ഗ്രേറ്റസ്റ്റ് കോൺസെൻട്രേഷൻ. ലേറ്റർ ഷീ കുഡ് റിപ്പീറ്റ് ദ എൻറ്റയർ ടെക്സ്റ്റ് ബൈ ഹാർട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവരെത്രത്തോളം ഡിവോട്ടഡ് ആയിരുന്നു ആ ഒരു നോവലിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ബിക്കോസ് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലേ ഈ സ്റ്റോറി ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. എല്ലാ പ്രായമായ ആൾക്കാർക്കും ഇതുപോലത്തെ ഒരു ആഗ്രഹം ഉണ്ടാവും, കാശിയിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ സുധാമൂർത്തി ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രാൻഡ് മദർ യൂസ് ടു ലിസൺ ടു ദിസ് വിത്ത് അറ്റ്മോസ്റ്റ് കോൺസെൻട്രേഷൻ ഓർ ഗ്രേറ്റസ്റ്റ് കോൺസെൻട്രേഷൻ. ആൻഡ് ഇത് റിസൈറ്റ് അല്ലെങ്കിൽ ഇത് മൊത്തം വായിച്ച് റീഡ് അലൗഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗ്രാൻഡ് മദറിന് ഇത് ബൈ ഹാർട്ട് പറയാൻ പറ്റും. അതിലുള്ള ഈച്ച് ആൻഡ് എവറി ടെക്സ്റ്റ് ഷീ കുഡ് റിപ്പീറ്റ് ഇറ്റ് എൻറ്റയർ ബൈ ഹാർട്ട് എന്ന് പറയാൻ പറ്റും. മൈ ഗ്രാൻഡ് മദർ ടു നെവർ വെന്റ് ടു കാശി ആൻഡ് ഷീ ഐഡൻറ്റിഫൈഡ് ഹെർസെൽഫ് വിത്ത് ദ നോവൽസ് പ്രൊട്ടാഗനിസ്റ്റ്. പ്രൊട്ടാഗനിസ്റ്റ് എന്ന് വെച്ചാൽ അതിലുള്ള മെയിൻ ക്യാരക്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. ദ ലീഡ് ഓർ മെയിൻ ക്യാരക്ടർ എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഷീ ഐഡൻറ്റിഫൈഡ് ഹെർസെൽഫ് ആസ് ദി പ്രൊട്ടാഗനിസ്റ്റ് ബിക്കോസ് നമ്മുടെ ഗ്രാൻഡ് മദറും കാശിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഗ്രാൻഡ് മദർ ഹാഡ് ദിസ് ആർഡൻറ്റ് വിഷ് ഓർ ആർഡൻറ്റ് ഡിസയർ ടു ഗോ ടു കാശി. അപ്പോൾ ദിസ് ഈസ് വെരി റിലേറ്റബിൾ ഫോർ ഹർ. അതുകൊണ്ട് തന്നെ അവർ ഈ പ്രൊട്ടാഗനിസ്റ്റ് അല്ലെങ്കിൽ ഈ മെയിൻ ക്യാരക്ടറുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാം. So more than anybody else, she was the one most interested in knowing what happened next in the story and used to insist that I read the serial out to her. അപ്പോൾ ഇവരായിരുന്നു, അതായത് നമ്മുടെ ഗ്രാൻഡ് മദർ ആയിരുന്നു ദ മോസ്റ്റ് ഇൻട്രസ്റ്റഡ് പേഴ്സൺ, ദ മോസ്റ്റ് ഇൻവെസ്റ്റഡ് പേഴ്സൺ ടു നോ ദാറ്റ് വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് ഇൻ ദ നോവൽ. എന്താണ് ഈ കഥയിൽ അടുത്തതായിട്ട് നടന്നെന്നുള്ളത് ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് വായിക്കുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ കാത്തിരുന്ന് വായിച്ച് കേൾക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. ആൻഡ് ഷീ ഓൾവേസ് യൂസ് ടു ഇൻസിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നിർബന്ധിക്കുക എന്നുള്ളതാണ് അർത്ഥം. നിർബന്ധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. the serial out to her. After hearing what happened next in Kashi Yatra, she would join her friends at the temple courtyard where we children also gathered to play hide and seek. അപ്പോൾ ഇതിൽ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഒരു നോവൽ വായിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ നോവലിൻ്റെ ചെറിയൊരു ഭാഗം വായിച്ചതിന് ശേഷം ഷി വുഡ് ഗോ ടു ദ ടെമ്പിൾ കോർട്ട്യാർഡ്. അതായത് നമുക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാവില്ല. നമുക്ക് അമ്പലത്തിന് ചുറ്റും ഒരു ആൽത്തറയും അവിടെ ആളുകളൊക്കെ ഇരിക്കുന്നത് പതിവുണ്ട്. പക്ഷേ നമ്മുടെ ഒരു കോമ്പൗണ്ട് പോലെയാണ് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ നോർത്തേൺ കർണാടക അവിടുത്തെ റൂറൽ വില്ലേജസ് പോയി കഴിഞ്ഞാലല്ലേ അമ്പലത്തിന് ചുറ്റിലും അവിടെ ഒരു തറയും അവിടെ ആളുകൾ കൂടിയിരിക്കുന്നതൊക്കെ വളരെ പതിവായിട്ടുള്ള ഒരു കാര്യമാണ്. വേർ സുധാമൂർത്തി ആൻഡ് ഫ്രണ്ട്സ് യൂസ് ടു ഗ്യാദർ ആൻഡ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോൾ അങ്ങനെ ഇരുന്ന് അങ്ങനെ ചുറ്റിലും സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മദറിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ കാശി യാത്രയിൽ എന്താണ് നടന്നതെന്നുള്ളത് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യായിരുന്നു എന്നാണ് പിന്നീട് ഇതിൽ പറയുന്നത്. She would also discuss the latest episode with her friends. At that time, I never understood why there was so much of debate about the story. അപ്പോൾ ആ സമയത്തിലെ ആൽത്തറയില്ല, തറ മാത്രമേ ഉള്ളൂ, കോർട്ട്യാർഡാണ്.
അപ്പോൾ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എന്താണ് ഇത്രയും ഡിബേറ്റ് ചെയ്യുന്നത് ഈ കഥയെക്കുറിച്ചിട്ട്. ഡിബേറ്റ് എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ സംവാദം എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളെടുക്ക ഡിസ്കഷൻ ഉണ്ടാവില്ലേ, അത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല, അതായിരുന്നു ശരിക്കും ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സംവാദം ഉണ്ടാവില്ലേ. നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ കാണാറില്ലേ, ഒരു സൈഡിൽ എഗെയിൻസ്റ്റ് ആയിട്ടും ഒരു സൈഡിൽ ഫോർ ആയിട്ടും അവരിരുന്ന് ചർച്ച ചെയ്യുന്നില്ലേ. ദാറ്റ് ഈസ് കോൾഡ് ഡിബേറ്റ്. അപ്പോൾ ഈ ഒരു കഥയെക്കുറിച്ചിട്ടും ഈ ഒരു നോവലിനെ കുറിച്ചിട്ടും സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മദറും ആൻഡ് ഹർ ഫ്രണ്ട്സ് ദേ യൂസ് ടു ഹാവ് എ debate about the story. Once I went for a wedding with my cousins to the neighboring village. In those days, a wedding was a great event. We children enjoyed ourselves thoroughly. We would eat and play endlessly, savoring the freedom because all the elders were busy. എന്താ പറയുന്നത്, പിന്നീട് കഥയിൽ നടന്നിട്ടുള്ളൊരു പ്രോഗ്രഷനാണ് പറയുന്നത്. ഒരു ദിവസം നമ്മുടെ സുധാമൂർത്തി അവളുടെ കസിൻസിൻ്റെ എല്ലാം കൂടെ ഒരു കല്യാണത്തിന് പോയി എന്നാണ് പറയുന്നത്. കല്യാണത്തിന് പോയത് വിച്ച് ഈസ് എ നെയ്ബറിങ് വില്ലേജ്, അതൊരു അടുത്തുള്ള ഗ്രാമത്തിലേക്കാണ് പോയത്. അപ്പോൾ കുറച്ച് ദിവസം എടുക്കും. അന്നത്തെ കാലത്തെ കല്യാണങ്ങളൊക്കെ വാസ് എ ഗ്രേറ്റ് ഇവൻ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ പോലെയല്ല, ഒരു ദിവസം 2 ദിവസം ആയിരിക്കില്ല, മേ ബി ഇറ്റ് വുഡ് ബി ഫോർ എ വീക്ക്, ഒരാഴ്ച നിലനിൽക്കുന്നൊരു പരിപാടിയായിരിക്കും ഈ പറഞ്ഞ കല്യാണങ്ങളൊക്കെ. അപ്പോൾ ഒരു ഗ്രേറ്റ് ഇവൻ്റാണ്. അപ്പോൾ ഒരാഴ്ച നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് നിന്ന് ഗ്രാൻഡ് ഡോട്ടർ ആയിട്ടുള്ള സുധാമൂർത്തി മാറി നിൽക്കുകയാണ്. ആൻഡ് ചിൽഡ്രൻ യൂസ് ടു എൻജോയ് ദിസ് വെരി മച്ച് ബിക്കോസ് അഡൾട്ട്സ് ഒക്കെ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് തോന്നിയ പോലെ കളിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഈ കല്യാണങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് യൂസ് ടു ബി എ ഗ്രേറ്റ് ഇവൻറ്റ്. ഇറ്റ് യൂസ് ടു ബി എന്താ പറയുക ഒരു പ്രൊലോങ്ഡ് പീരിയഡിലേക്കുള്ള ഒരാഴ്ചയോ 1.5 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സമയത്തേക്കുള്ള ഒരു പരിപാടി കൂടിയാണ് ഇത്തരം കല്യാണങ്ങൾ എന്ന് പറയുന്നത്. ഐ വെൻറ്റ് ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ് ബട്ട് എൻഡഡ് അപ്പ് സ്റ്റേയിങ് ദെയർ ഫോർ എ വീക്ക്. അപ്പോൾ സുധാമൂർത്തിയും കപ്പിൾ ഓഫ് ഡേയ്സിനാണ്. കപ്പിൾ ഓഫ് ഡേയ്സ് എന്ന് വെച്ചാൽ എന്താണ്, 2 days ആണ് കേട്ടോ. 2 daysന് പോയതായിരുന്നു. പക്ഷേ എൻഡഡ് അപ്പ് ഇൻ എ വീക്ക്, അതൊരു ആഴ്ച വരെ നീണ്ടുപോയി, എക്സ്റ്റെൻഡഡ് ആയിപ്പോയി. When I came back to my village, I saw my grandmother in tears. I was surprised, for I had never seen her cry even in the most difficult situations. ഇവിടെയാണ് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇവിടെയാണ് കഥയൊന്ന് എന്താ പറയുക ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഗ്രാൻഡ് മദറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് നെവർ സീൻ എ ക്രൈങ് ഈവൻ ഇൻ ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസ് എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ എത്ര തന്നെ ചാലഞ്ചിങ് ആയിരുന്ന മൊമെൻറ്റിൽ പോലും കരയാതിരുന്ന ഗ്രാൻഡ് മദർ ഇതാ സുധാമൂർത്തി തിരിച്ച് വില്ലേജിലേക്ക് വന്ന സമയത്തിലെ ഷീ സോ ഹർ ഗ്രാൻഡ് മദർ ഇൻ ടിയേഴ്സ്. വൈ, എന്തുകൊണ്ടായിരിക്കാം ഗ്രാൻഡ് മദർ കരയാനുള്ള കാരണം? സുധാമൂർത്തി പോയിട്ട് ഒരാഴ്ചയായി. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും ഗ്രാൻഡ് മദറിനെ ഇത്രയും ഒരു ഇമോഷണൽ ആക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്? വാട്ട് ഹാഡ് ഹാപ്പൻഡ്? ഐ വാസ് വറീഡ്. അവ, ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്? ആർ യു ഓക്കെ? ഐ യൂസ് ടു കോൾ ഹർ അവ. അവ എന്നാണ് വിളിക്കുക. അവ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അർത്ഥം എന്നറിയോ? മദർ എന്നുള്ളതാണ് അർത്ഥം. നോർത്തേൺ കർണാടകയിൽ മദർ എന്നാണ് അർത്ഥം. വിച്ച് മീൻസ് മദർ ഇൻ ദ കന്നഡ സ്പോക്കൻ ഇൻ നോർത്തേൺ കർണാടക. നോർത്ത് കർണാടകയിൽ അമ്മ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അമ്മൂമ്മയും അമ്മ എന്ന് തന്നെയാണ് ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഷീ നോഡഡ് ബട്ട് ഡിഡ് നോട്ട് റിപ്ലൈ. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫൊഗോട്ട് അബൌട്ട് ഇറ്റ്. ഇൻ ദ നൈറ്റ് ആഫ്റ്റർ ഡിന്നർ വി വർ സ്ലീപ്പിംഗ് ഇൻ ദി ഓപ്പൺ ടെറസ് ഓഫ് എ ഹൗസ്. നിങ്ങൾ നോക്കിയേ, ഷീ നോഡഡ് എന്നാണ്. നോഡഡ് എന്ന് വെച്ചാൽ എന്താണ്? തല കുലുക്കുന്നതിനാണ് നോഡഡ് എന്ന് പറയുന്നത്. ബട്ട് ഷീ ഡിഡ് നോട്ട് റിപ്ലൈ. ആൻഡ് സുധാമൂർത്തി ഹെർസെൽഫ് ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹർ ഗ്രാൻഡ് മദർ ക്രൈഡ്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ സം ടൈം ഷീ ഫൊഗോട്ട് എന്തിനായിരുന്നു കരഞ്ഞെന്നുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നത് തന്നെ സുധാമൂർത്തിയും മറന്നുപോയി. ആൻഡ് ആഫ്റ്റർ ഡിന്നർ വി വർ സ്ലീപ്പിംഗ് ഇൻ ദി ഓപ്പൺ ടെറസ് ഓഫ് അവർ ഹൗസ്. അപ്പം ആ ഒരു റൂറൽ സെറ്റിങ്ങും റൂറൽ കൾച്ചറൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. റൂറൽ സെറ്റിംഗ് ആൻഡ് ദ കൾച്ചർ. റൂറൽ സെറ്റിംഗ് ആൻഡ് കൾച്ചർ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? റൂറൽ സെറ്റിംഗ്, റൂറൽ എന്ന് വെച്ചാൽ ഗ്രാമീണമായത് എന്നാണ്. ഒരു ഗ്രാമത്തിലൊക്കെ ഉള്ളൊരു കൾച്ചറാണ് അവിടെ കാണിക്കുന്നത്. അവർ കിടന്നുറങ്ങുന്നത് വാതിലടച്ച് മുറിയൊക്കെ പൂട്ടി അതിൻ്റെ ഉള്ളിലല്ല, പക്ഷേ ഇൻ ദി ഓപ്പൺ ടെറസ് ഓഫ് എ ഹൗസ്, മുകളിൽ ഓപ്പൺ ടെറസിലാണ് അവരൊക്കെ കിടന്നുറങ്ങുന്നത്. ഇറ്റ് വാസ് എ സമ്മർ നൈറ്റ് ആൻഡ് ദർ വാസ് എ ഫുൾ മൂൺ. അപ്പോൾ സമ്മറാണ്, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അവരൊക്കെ പുറത്താണ് കിടന്നുറങ്ങുന്നത്. ആൻഡ് ദർ വാസ് എ ഫുൾ മൂൺ. അവിടെ പൂർണ്ണചന്ദ്രൻ, അങ്ങനെ നല്ല തെളിഞ്ഞ നിലാവൊക്കെ ഉണ്ടായിരുന്നു. Ava came and sat next to me. Her affectionate hands touched my forehead. I realized she wanted to speak. I asked her, what is the matter? അപ്പോൾ വളരെ പതുക്കെ നമ്മുടെ ഗ്രാൻഡ് മദർ അവളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഷീ സാറ്റ് നെക്സ്റ്റ് ടു ഹർ ആൻഡ് ഹെർ അഫെക്ഷനേറ്റ് ഹാൻഡ്സ് ടച്ച്ഡ് ഹർ ഫോർഹെഡ്. അതായത് ഗ്രാൻഡ് മദർ വളരെ സ്നേഹത്തോടെ, അഫെക്ഷനേറ്റ്, വാട്ട് യു മീൻ ബൈ അഫെക്ഷനേറ്റ്? സ്നേഹത്തോടെ എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. സ്നേഹത്തോടെ അവളുടെ നെറ്റിയിലൊക്കെ ഇങ്ങനെ തലോടാൻ തുടങ്ങി.
അപ്പോൾ തന്നെ സുധാമൂർത്തിക്ക് മനസ്സിലായി ദാറ്റ് ഗ്രാൻഡ് മദർ വാണ്ടഡ് ടു ടെൽ ഹർ സംതിങ്, എന്തൊക്കെയോ സംസാരിക്കണം എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. സോ ഷീ ആസ്ക്ഡ് ഹർ, വാട്ട് ഈസ് ദ മാറ്റർ, എന്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇത്രയും ടെൻഷൻ ആവുന്നത്, ടെൽ മീ ദാറ്റ്. When I was a young girl, so grandmother started to say things. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇതുവരെ കാര്യങ്ങൾ ഓക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം pretty much സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് അങ്ങനെ ആകെ കുടുങ്ങി പോകുന്ന വാക്കുകളൊന്നും ഇല്ല. കുടുങ്ങി പോകുന്ന വാക്കുകളിലെല്ലാം അർത്ഥം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാൻ യു ജസ്റ്റ് ഗിവ് മീ എ ഹാർട്ട് ഇൻ ദി കമൻറ്റ് ബോക്സ്. നിങ്ങൾ എനിക്കൊരു ജസ്റ്റ് ഒരു ഹാർട്ട് ഇട്ട് തരുമോ? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. When I was a young girl, I lost my mother. There was nobody to look after and guide me. My father was a busy man and got married again. ഞാൻ നിന്നെ പോലെ ചെറിയൊരു പെൺകുട്ടിയായിരുന്ന സമയത്ത് ഐ ലോസ്റ്റ് മൈ മദർ എന്ന് ഗ്രാൻഡ് മദർ പറയാണ്. ആൻഡ് ഐ ഡിഡൻറ്റ് ഹാവ് എനിബഡി ടു ലുക്ക് ആഫ്റ്റർ മീ ഓർ ഗൈഡ് മീ. എങ്ങനെ ജീവിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ ഒന്ന് നോക്കി പരിചരിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഹി വാസ് എ ബിസി മാൻ ആൻഡ് ഹി ഗോട്ട് മാരീഡ് അഗെയിൻ. പുള്ളിക്കാരൻ പിന്നെയും കല്യാണം കഴിച്ചു. ഇൻ ദോസ് ഡേയ്സ് പീപ്പിൾ നെവർ കൺസിഡേർഡ് എഡ്യൂക്കേഷൻ എസെൻഷ്യൽ ഫോർ ഗേൾസ്. സോ ഐ നെവർ വെൻറ്റ് ടു സ്കൂൾ. I got married very young and had children. I became very busy. Later, I had grandchildren and always felt so much happiness in cooking and feeding all of you. സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മദർ വളരെ ഇമോഷണലായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണത്. ഇത് നമ്മുടെ ഗ്രാൻഡ് മദേഴ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. അവർക്ക് അവരെ നോക്കാനോ അവരെ പരിചരിക്കാനോ എങ്ങനെ ജീവിക്കണമെന്നോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതോ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഷീ ലോസ്റ്റ് ഹർ മദർ അറ്റ് എ വെരി യങ് ഏജ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് ഗ്രാൻഡ് മദർ വളരെ ചെറുപ്പത്തിലാണ് കല്യാണം കഴിക്കപ്പെട്ടത്. ഷീ ഗോട്ട് മാരീഡ് വെരി യങ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായി, അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ടായി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്നുപോയി. ആൻഡ് ഷീ നെവർ ഗോട്ട് എ ചാൻസ് ടു ഏൺ എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ പഠിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനൊന്നും ഒരു അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായി പോയി, കുട്ടികളായി, പേരക്കുട്ടികളായി. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ടു എൻജോയ് ഓൾ ദ മണ്ടെയിൻ തിങ്സ്. മണ്ടെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ ചെറിയ കാര്യങ്ങൾ, മണ്ടെയിനായ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതായത് അവർക്ക് വേണ്ടി ഫീഡ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ എൻജോയ് ചെയ്യാനും അവർ ഭയങ്കര സ്നേഹത്തോടെ ചെയ്യാനും തുടങ്ങി. At times I used to regret. What do you mean by regret? I hope you know the meaning of the word regret. Regret എന്ന് വെച്ചാൽ നമുക്കൊരു കുറ്റബോധം തോന്നില്ല, അല്ലെങ്കിൽ കുറ്റബോധം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, റിഗ്രറ്റ് എന്ന് ശരിക്കും എന്താ മലയാളത്തിൽ പറയാം? നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ചേട്ടാ നമുക്കത് ചെയ്യായിരുന്നു എന്നുള്ളൊരു സംഭവമല്ലേ, അതാണ് റിഗ്രറ്റ് എന്ന് പറയുന്നത്. നോട്ട് ഗോയിങ് ടു സ്കൂൾ, സോ ഐ മേഡ് ഷുവർ ദാറ്റ് മൈ ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ സ്റ്റഡീഡ് വെൽ. So grandmother didn't get a chance to go to school or learn how to read. ഇത്തരം വളരെ ബേസിക് ആയ കാര്യങ്ങളും, or she didn't get education in the basic stuff. അല്ലെങ്കിൽ വായിക്കുക, എഴുതുക എന്നൊക്കെ പറയുന്നതിലൊന്നും അവർക്കൊരു ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഷീ ട്രൈഡ് her best to give this to her children and grandchildren. അവരെ സ്കൂളിലേക്ക് പോകാനും അവർ പരമാവധി അവർക്ക് ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാനും അല്ലേ ഷീ ട്രൈഡ് her best. grandmother tried her best എന്ന് നമുക്ക് കാണാം. I could not understand why my 62-year-old grandmother was telling me, a 12-year-old, the story of her life in the middle of the night. But Sudhamurthy was confused. She didn't understand why someone who is in her 60s telling a 12-years-old girl the story of her life. എന്തിനാണ് ഈ പാതിരാത്രിക്ക് ഈ ജീവിതകഥ മൊത്തം തൻ്റെ അടുത്ത് പറയുന്നത് എന്നുള്ളതാണ് സുധാമൂർത്തി അപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. But I knew I loved her immensely and there had to be some reason why she was talking to me. അപ്പോൾ സുധാമൂർത്തി ആലോചിക്കുകയാണ്, എനിക്ക് ഒരു കാര്യം അറിയുള്ളൂ, എനിക്ക് എൻ്റെ ഗ്രാൻഡ് മദറിനെ ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ് ഈസ് ദ വേർഡ്, ഇമ്മൻസ്ലി, ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഈ മലയാളത്തിലുള്ള അർത്ഥം എഴുതണോ വേണ്ടെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ബിക്കോസ് ചില ആളുകൾക്ക് മലയാളത്തിലുള്ള ഇത് നിങ്ങൾ ഇനി കണക്റ്റ് ആയില്ലെങ്കിൽ ഞാൻ അതിൻ്റെയും അർത്ഥം പറഞ്ഞു തരേണ്ടി വരും. വേറെ കുറച്ചുകൂടെ സിംപ്ലറായ മലയാളത്തിൽ ഇമ്മൻസ്ലി മീൻസ് സ്ട്രോങ്ലി എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയത്. വളരെ വളരെ സ്ട്രോങ്ലി ഓർ ഡീപ്ലി, വളരെ സ്നേഹം, ആഴത്തിൽ സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് സുധാമൂർത്തി ബിലീവ് ദാറ്റ് there had to be some reason why her grandmother is telling all of this. I looked at her face. It was unhappy and her eyes were filled with tears. She was a good-looking lady who was usually always smiling. Even today, I cannot forget the worried expression on her face. അപ്പോൾ സുധാമൂർത്തി ഇങ്ങനെ ഓർക്കാണ്, യൂഷ്വലി ഗ്രാൻഡ് മദർ ഒരു ഗുഡ് ലുക്കിംഗ് ലേഡിയാണ്, കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള, എപ്പോഴും ചിരിക്കുന്ന, ഓൾവേസ് സ്മൈലിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഗ്രാൻഡ് മദർ. വെൻ സുധാമൂർത്തി ലുക്ക്ഡ് അറ്റ് her face, she was filled with tears. Her eyes were filled with tears. കരയുന്നതിൻ്റെ വക്കലായിരുന്നു, വല്ലാതെ അൺഹാപ്പി ആയിരുന്നു.
ഈവൻ ടുഡേ ഐ കനോട്ട് ഫൊർഗെറ്റ് ദി വറീഡ് എക്സ്പ്രഷൻ. ആ ഒരു ആവലാതിയും ആ ഒരു വിഷമമൊക്കെ ഉള്ള ആ ഒരു മുഖമല്ലേ, അതിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് നമ്മുടെ സുധാമൂർത്തി പറഞ്ഞുതരാം. ഐ ലീൻ ഫോർവേഡ് ആൻഡ് ഹെൽഡ് ഹർ ഹാൻഡ്. അവ ഡോണ്ട് ക്രൈ, വാട്ട് ഈസ് ദ മാറ്റർ, ക്യാൻ ഐ ഹെൽപ്പ് യു ഇൻ എനി വേസ്? യെസ്, ഐ നീഡ് യുവർ ഹെൽപ്പ്. You know, when you were away, Karmaveera came as usual. I opened the magazine. I saw the picture that accompanies the story of Kashi Yatra, and I could not understand anything that was written. Many times I rubbed my hands over the pages, wishing they could understand what was written. But I knew it was not possible. So, ഇതായിരുന്നു ശരിക്കും ഗ്രാൻഡ് മദറിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവ ഡോണ്ട് ക്രൈ, വാട്ട് ഈസ് ദ മാറ്റർ, യു ക്യാൻ ടെൽ മീ എന്ന് പറഞ്ഞുകൊണ്ട് സുധാമൂർത്തി ചോദിക്കുകയാണ് എന്ത് പറ്റി എന്നുള്ളത്. അപ്പോഴാണ് ശരിക്കും എന്താണ് ഗ്രാൻഡ് മദറിന് ഇത്ര വിഷമിപ്പിച്ച കാര്യം എന്നുള്ളത് ഗ്രാൻഡ് മദർ പറയുന്നത്. സോ വെൻ യു വെർ അവേ, നീ വില്ലേജിലേക്ക് കല്യാണത്തിന് പോയ സമയത്ത് കർമ്മവീര കെയിം ആസ് യൂഷ്വൽ. എല്ലാപ്പത്തെയും പോലെ തന്നെ നമ്മുടെ കർമ്മവീരയിൽ ആ നമ്മൾ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്ന കാശി യാത്രയും വന്നിട്ടുണ്ടായിരുന്നു. ഐ ഓപ്പൺ ദ മാഗസിൻ ആൻഡ് സോ ദ പിക്ചർ ദാറ്റ് അക്കംപനീസ് ദ സ്റ്റോറി ഓഫ് കാശി യാത്ര. അതായത് തുറന്നു നോക്കിയ സമയത്ത് സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മദറിന് ഇതൊന്നും വായിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ആകെ മനസ്സിലായത് ദ പിക്ചർ അക്കംപനീസ് എന്ന് വെച്ചാൽ കൂടെ വരുന്ന എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ കമ്പനി, someone accompanied me to the hostel, അല്ലെങ്കിൽ someone accompanied me to the office room എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, എൻ്റെ കൂടെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കഥയുടെ കൂടെ വരുന്ന കാശിയാത്ര എന്ന് പറഞ്ഞ നോവലിൻ്റെ കൂടെ വരുന്ന ചിത്രങ്ങൾ ഞാനൊന്ന് നോക്കി, പക്ഷേ ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ദാറ്റ് വാസ് റിട്ടൺ. അവിടെ എഴുതിയിരുന്ന ഒരു തേങ്ങയും എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഗ്രാൻഡ് മദർ പറയുന്നത്. മെനി ടൈംസ് ഐ റബ്ഡ് മൈ ഹാൻഡ്സ് ഓവർ ദ പേജസ് വിഷിങ് ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് റിട്ടൺ. ഒരുപാട് പ്രാവശ്യമല്ലേ ഞാൻ എൻ്റെ കൈകൾ ഇങ്ങനെ അതിലൂടെ ഒക്കെ ഇങ്ങനെ വെച്ച് നോക്കി, ഹോപ്പിംഗ് ദാറ്റ് ഓർ വിഷിങ് ദാറ്റ് ഇഫ് ഐ കുഡ് റീഡ് ദാറ്റ് ഓർ ഇഫ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് സംതിങ് ദാറ്റ് വാസ് റിട്ടൺ. അവിടെ എഴുതിയിരുന്ന എന്തെങ്കിലും ഇല്ലേ, ഞാനിങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ വരികളിലൂടെ വിരലുകൾ വെച്ച് വായിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ കുറേ നേരം നിന്നു. പക്ഷേ ഐ ന്യൂ ഇറ്റ് വാസ് ഇംപോസിബിൾ. പക്ഷേ എനിക്കത് വായിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അത് പോസിബിൾ അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ബിക്കോസ് she doesn't know how to read. She didn't have a chance to learn how to read or how to write. ഇങ്ങനത്തെ ബേസിക് ആയ കാര്യങ്ങളൊക്കെ അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായില്ല. എന്നെയും നിങ്ങളെയും പോലെ തന്നെ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് കിട്ടിയെന്ന് വെച്ചിട്ട് അവർക്കത് വായിക്കാൻ പറ്റില്ല. അവരൊരുപാട് ഷീ ട്രൈഡ് so many times hoping that she could read or she could understand something that was written, but she knew that it was impossible. പക്ഷേ അത് സംഭവിക്കില്ല എന്നുള്ളത് ഗ്രാൻഡ് മദറിന് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. If only I was educated enough, I waited eagerly for you to return. I felt you would come early and read for me. I even thought of going to the village and asking you to read for me. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, the desperation of or the pain of not reading or not able to read, അതാണ് നമുക്ക് ഗ്രാൻഡ് മദറിൽ കാണാൻ പറ്റുന്നത്. She wasn't educated enough. So she waited eagerly ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഭയങ്കരമായൊരു കാത്തിരിപ്പോടെ കൂടെ നമ്മുടെ ഗ്രാൻഡ് മദർ സുധാമൂർത്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഐ ഫെൽറ്റ് യു വുഡ് കം ഏർലി ആൻഡ് റീഡ് ഫോർ മീ. നീ നേരത്തെ വരുന്നുള്ളതും നീ ഇതൊക്കെ എനിക്ക് വായിച്ചു തരുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചു. ഐ ഈവൻ തോട്ട് ഓഫ് ഗോയിങ് ടു ദ വില്ലേജ് ആൻഡ് ആസ്കിങ് യു ടു റീഡ് ഫോർ മീ. നീ വില്ലേജിലേക്ക് അങ്ങോട്ട് വന്നിട്ട്, കല്യാണത്തിന് അങ്ങോട്ട് വന്നിട്ട് നിന്നെക്കൊണ്ട് ഇത് വായിപ്പിക്കാൻ വരെ ഞാൻ ആലോചിച്ചു. വി ക്യാൻ സീ ദ ഡെസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, വല്ലാത്തൊരു DES ആണ്. ഡെസ്പിറേഷൻ എന്ന് വെച്ചാൽ വല്ലാത്തൊരു കൊതിയും വല്ലാത്ത ആഗ്രഹമാണ് ഡെസ്പിറേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. DESPERATION. I could have asked somebody in this village but I was too embarrassed. Embarrassed എന്ന് വെച്ചാൽ എന്താണ്, നാണക്കേട് എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. നാണക്കേട് എന്നാണ് അർത്ഥം. ടു എംബാരസ്ഡ് ടു ഡു സോ. ഐ ഫെൽറ്റ് വെരി ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഹെൽപ്ലെസ്. അതായത് വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട്, നമ്മളെല്ലാവരും ഡിപ്പെൻഡൻ്റ് ആണ്. യു ഗൈസ് ആർ ഡിപ്പെൻഡൻറ്റ്, യു ഗൈസ് ആർ ഫൈനാൻഷ്യലി ആൻഡ് ഫോർ മെനി സ്റ്റഫ് യു ഗൈസ് ആർ ഡിപ്പെൻഡൻറ്റ് വിത്ത് യുവർ പാരൻസ്. നമ്മളെല്ലാ കാര്യത്തിനും നമ്മൾ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ ഗ്രാൻഡ് മദറിന് ഫീൽ ചെയ്ത് ഐ വാസ് വെരി ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഹെൽപ്ലെസ്. എനിക്ക് സ്വയം ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് മലയാളത്തിൽ നമ്മൾ നിസ്സഹായ അവസ്ഥ എന്ന് പറയും. We are well off, but what use is money when I cannot be independent? Well off എന്ന് വെച്ചാൽ എന്താണ്, ഫൈനാൻഷ്യലി ഗുഡ്, ഫൈനാൻഷ്യലി in a
ഗുഡ് സ്റ്റേറ്റ്, അതായത് സാമ്പത്തികമായിട്ട് അത്യാവശ്യം പൈസയുള്ള കൂട്ടത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം, വെൽ ഓഫ് എന്നുള്ളത്. ബട്ട് വാട്ട് യൂസ് ഇസ് ദ മണി ഇഫ് ഐ കനോട്ട് ബി ഇൻഡിപെൻഡൻറ്റ്? എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലേ ഈ പൈസ കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മദർ ചോദിക്കുന്നത്. I did not know what to answer. Avva continued. I have decided I want to learn the Kannada alphabet from tomorrow onwards. I will work very hard. I will keep Saraswati Puja Day during Dasara as the deadline. അങ്ങനെ ഗ്രാൻഡ് മദർ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്താ തീരുമാനം എടുത്തത്? ഷി ഡിസൈഡഡ് ടു ലേൺ കന്നഡ ആൽഫബറ്റ്. അക്ഷരമാല പഠിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അതും കുറേ എന്തെങ്കിലും എന്നല്ല, നാളെ തൊട്ട് എന്നാണ് പറയുന്നത്. ടുമോറോ ഓൺവേർഡ്സ് ഐ എം ഗോൺ വർക്ക് റിയലി ഹാർഡ് എന്നുള്ളത് ഗ്രാൻഡ് മദർ പറയണം. എന്നിട്ട് അതിനൊരു ഡെഡ് ലൈനും കൊടുത്തു. ഡെഡ് ലൈൻ എന്തായിരുന്നു? സരസ്വതി പൂജ ഡേ. അതായത് നമ്മളിപ്പോൾ ഈ കർണാടകയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ളൊരു വലിയ ആഘോഷമാണ് ദസറ എന്ന് പറയുന്നത്. അപ്പോൾ ദസറയ്ക്ക് സരസ്വതി പൂജ ഡേ ആണ് ഞാനൊരു ഡെഡ് ലൈനായിട്ട് കാണുന്നത്. അന്നേ ദിവസം ഞാൻ ഇതെല്ലാം പഠിക്കുമെന്നാണ് പറയുന്നത്. ദാറ്റ് ഡേ ഐ ഷുഡ് ബി ഏബിൾ ടു റീഡ് എ നോവൽ ഓൺ മൈ ഓൺ. ആ ഒരു ദിവസം ആകുമ്പോഴത്തേക്കല്ലേ ഞാൻ സ്വന്തമായിട്ട് വായിച്ച് അടിപൊളിയാവുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുന്നുള്ളത് ഗ്രാൻഡ് മദർ പറയണം. ഐ വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഐ സോ ദ ഡിറ്റർമിനേഷൻ ഓൺ എ ഫേസ്. യെറ്റ് ഐ ലാഫ്ഡ് അറ്റ് ഹർ. അവ അറ്റ് ദിസ് ഏജ് ഓഫ് 62 യു വോണ്ട് ടു ലേൺ ദി ആൽഫബറ്റ്. അപ്പോൾ ഗ്രാൻഡ് മദറിനെ കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ചെറിയൊരു ചിരി, ചെറുതല്ലാത്തൊരു ചിരി നമ്മുടെ സുധാമൂർത്തിക്ക് വന്നു. സുധാമൂർത്തി ചോദിക്കുകയാണ്, ഈ 62ാമത്തെ വയസ്സിലാണ് നിങ്ങൾക്ക് അക്ഷരമാല പഠിക്കേണ്ടത്? ദാറ്റ് യു വോണ്ട് ടു ലേൺ ആൽഫബറ്റ്. ഓൾ യുവർ ഹെയർ ഇസ് ഗ്രേ ആൻഡ് യുവർ ഹാൻഡ്സ് ആർ റിങ്കിൾഡ് ആൻഡ് യു വെയർ സ്പെക്ടക്കിൾസ് ആൻഡ് യു വർക്ക് സോ മച്ച് ഇൻ ദ കിച്ചൺ. നിങ്ങളുടെ മുടി നരച്ചുപോയി, നിങ്ങളുടെ സ്കിന്നാണെങ്കിൽ ചുളിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്കാണെങ്കിൽ കണ്ണൊന്നും കണ്ടുകൂടാ. യു വെയർ സ്പെക്ടക്കിൾസ് ആൻഡ് യു ഹാവ് ലോട്ട് ഓഫ് വർക്ക് ഇൻ ദ കിച്ചൺ ആൻഡ് സ്റ്റിൽ യു വോണ്ട് ടു ലേൺ കന്നഡ ആൽഫബറ്റ്. ആൻഡ് സുധാമൂർത്തി ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. ചൈൽഡിഷ്ലി ഐ മെയ്ഡ് ഫൺ ഓഫ് ദി ഓൾഡ് ലേഡി. ചൈൽഡിഷ്ലി എന്നിവിടെ പറയുന്നുണ്ട് അല്ലേ. ഒരു 12 വയസ്സായ കുട്ടിക്ക് അത്രയൊന്നും മെച്യൂരിറ്റി ഉണ്ടാവണമെന്നില്ല. അതായത് ഇത്രയും ഡിറ്റർമിനേഷനോടുകൂടെ ഒരാളിത് ശ്രമിക്കുകയാണെന്ന്. വാട്ട് യു മീൻ ബൈ ഡിറ്റർമിനേഷൻ? മലയാളത്തിൽ ദൃഢനിശ്ചയം എന്ന് പറയും. ദാറ്റ് ഇഫ് യു ഹാവ് ഡിസൈഡഡ് സംതിങ് ദെൻ ഗിവ് യു 100%. ദാറ്റ് ഇസ് ഡിറ്റർമിനേഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മുഴുവൻ കൊടുക്കുകയാണെന്നുള്ളത്. വർക്ക് മാക്സിമം ഫോർ ദി ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഫോർ ദി ഔട്ട്പുട്ട്. അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടിന് വേണ്ടിയിട്ടില്ലേ, ഇഫ് യു ആർ റെഡി ടു ഗിവ് 100% ഓർ യുവർ 100% ഓർ യുവർ ഫുള്ളസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ that quality is called determination. All your hair is grey and your hands are wrinkled. You wear spectacles and you work so much in the kitchen. ഇതൊക്കെയാണ് സുധാമൂർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. but she just smiled. For a good cause, if you are determined, you can overcome any obstacle. I will work harder than anybody, but I will do it. For learners, there is no age bar. This is a gold standard quote you can mark from this chapter. എന്താ അവിടെ പറയുന്നത്? സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മദർ പറയുന്നതിലെ ഭയങ്കര ഒരു എന്താ പറയുക, സ്ട്രോങ് വേർഡ്സ് ആണ്. ഫോർ എ ഗുഡ് കോസ്, ഒരു നല്ല കാര്യത്തിന് ഇഫ് യു ആർ ഡിറ്റർമൈൻഡ് യു ക്യാൻ ഓവർകം എനി ഒബ്സ്റ്റക്കിൾ. നിങ്ങൾക്ക് എന്തൊരു തടസ്സം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്തൊരു തടസ്സവും നിങ്ങൾ ഡിറ്റർമൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓർ യു ക്യാൻ ഓവർകം. ഐ വിൽ വർക്ക് ഹാർഡർ ദാൻ എനിബഡി ബട്ട് ഐ വിൽ ഡു ഇറ്റ്. എന്നിട്ട് ഇവിടെ പറയുന്ന കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഫോർ എ ലേണർ ദർ ഇസ് നോ ഏജ് ബാർ. ഒരു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാൾക്കല്ലേ, ഒരു പ്രായത്തിൻ്റെ ഒരു പരിധിയില്ല. നോ ഏജ് ബാർ എന്നാണ് പറയുന്നത്. The next day onwards, I started my tuition. Ava was a wonderful student. The amount of homework she did was amazing. She would read, repeat, write and recite. അല്ലേ, അവർ വായിക്കും, അത് റിപ്പീറ്റ് ചെയ്യും, അത് പിന്നെ എഴുതും, പിന്നെ അത് ഉറക്കെ വായിക്കും, റിസൈറ്റ് ചെയ്യും. I was her only teacher and she was my first student. അതായത് സുധാമൂർത്തി ഇവിടെ പറയാണ്, എൻ്റെ ഒരേ ഒരു ടീച്ചർ എന്ന് പറയുന്നത്, അവരുടെ ആദ്യത്തെ ടീച്ചറായിരുന്നു. ഗ്രാൻഡ് മദർ ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. ഗ്രാൻഡ് മദറിനെ വേറെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഗ്രാൻഡ് മദറിൻ്റെ ആദ്യത്തെ ടീച്ചറായിരുന്നു സുധാമൂർത്തി എന്ന് പറയുന്നത്. ആൻഡ് ഗ്രാൻഡ് മദർ വാസ് സുധാമൂർത്തി's very first student. Little did I know that one day I would become a teacher in computer science and teach hundreds of students. സുധാമൂർത്തി വളർന്നു വലുതായി ഒരു സ്ത്രീയായി മാറിയ സമയത്തല്ലേ, അവർ വലുതായ സമയത്ത് അവർ ഒരു കമ്പ്യൂട്ടർ സയൻസിലുള്ളൊരു ടീച്ചറായിട്ട് മാറി. അന്നൊരിക്കലും ഈ കുഞ്ഞ് 12 വയസ്സായിരുന്ന സുധാമൂർത്തിക്ക് ഒരിക്കലും അറിയുന്നുണ്ടായിരുന്നില്ല that one day she would become a teacher and teach hundreds of students. The Dasara festival came as usual.
Secretly, I bought Kashiyatre, which had been published as a novel by that time. So, ഇവിടെ രഹസ്യമായിട്ട് secretly സുധാമൂർത്തി bought Kashiyatre. Bought വാങ്ങിച്ചു എന്നാണ് അർത്ഥം. Bought Kashiyatre, which had been published as a novel at that time. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും by that time ഈ ഒരു കാശിയാത്രയുടെ അത് വീക്കിലി ആയിരുന്നു വന്നുകൊണ്ടിരുന്നല്ലേ, പക്ഷെ അതൊരു പുസ്തകമായിട്ട് അതൊരു ഹോൾ ബുക്കായിട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈ ഗ്രാൻഡ് മദർ കോൾഡ് മീ ടു ദ പൂജ പ്ലേസ് ആൻഡ് മെയ്ഡ് മീ സിറ്റ് ഡൗൺ ഓൺ എ സ്റ്റൂൾ. അപ്പോൾ ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു, സരസ്വതി പൂജാ ദിവസമാണ്. സരസ്വതി ദേവി എന്താണ്? സരസ്വതി ദേവി ദ ദേവി ഓഫ് എഡ്യൂക്കേഷൻ ഓർ ലേണിംഗ് എന്ന് നമുക്ക് പറയാം. വിദ്യയുടെ അല്ലെങ്കിൽ അറിവിൻ്റെ നോളജിൻ്റെ ഒക്കെ ഒരു ദേവിയാണ്, ദൈവമാണ് സരസ്വതി ദേവി എന്ന് പറയുന്നത്. അപ്പോൾ സരസ്വതി പൂജ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ സുധാമൂർത്തിയെ ഒരു സ്റ്റൂളിൽ കൊണ്ട് ഇരുത്തിച്ചു നമ്മുടെ ഗ്രാൻഡ് മദർ. ഷീ ഗേവ് മി എ ഗിഫ്റ്റ് ഓഫ് ഫ്രോക്ക് മെറ്റീരിയൽ. ഒരു ഗിഫ്റ്റും കൊടുത്തു, ഒരു ഡ്രസ്സ് തയ്പ്പിക്കാനുള്ള, ഒരു ഉടുപ്പ് തയ്ക്കാനുള്ള ഒരു ഫ്രോക്കിൻ്റെ ഒരു മെറ്റീരിയലും കൊടുത്തു. ദെൻ ഷീ ഡിഡ് സംതിങ് അൺയൂഷ്വൽ. പിന്നെയാണ് സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മദർ വളരെ എന്താണ് അൺയൂഷ്വൽ ആയിട്ടുള്ള അസാധാരണമായ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയത്. ഷീ ബെൻഡ് ഡൗൺ ആൻഡ് ടച്ച്ഡ് മൈ ഫീറ്റ്. അവർ ബെൻഡ് ഡൗൺ, കുനിഞ്ഞു നിന്നിട്ടല്ലേ എൻ്റെ കാലുകളെ തൊട്ട് വന്ദിക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിക്കേ, 62 വയസ്സുള്ള ഒരാളാണ് 12 വയസ്സുള്ള, അവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് നോക്കിയേ. ദർ ഈസ് എ ഏജ് ഗ്യാപ്പ് ഓഫ് 50 years. ഐ വാസ് സർപ്രൈസ്ഡ് ആൻഡ് ടേക്കൻ എ ബാക്ക്. ടേക്കൻ എ ബാക്ക് എന്ന് വെച്ചാലല്ലേ ഷോക്ക്ഡ് ആയി എന്നുള്ളതിനാണ് അർത്ഥം. ഷോക്ക്ഡ് ഓർ ഈവൻ ദ സെയിം മീനിങ്, സർപ്രൈസ്ഡ് ആയി എന്നുള്ളതിനാണ് ടേക്കൻ എ ബാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്രേസൽ വേർബ്. ടേക്കൻ എ ബാക്ക് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബാണ്. ഇറ്റ് മീൻസ് ഷോക്ക്ഡ് ആയി അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ് അർത്ഥം. എൽഡേഴ്സ് നെവർ ടച്ച് ദ ഫീറ്റ് ഓഫ് യങ്സ്റ്റേഴ്സ്. അല്ലേ, പ്രായമായ മുതിർന്ന ആൾക്കാർ ഒരിക്കലും യങ്സ്റ്റേഴ്സിൻ്റെ കാല് തൊട്ട് വന്ദിക്കാറൊന്നുമില്ല. വി ഹാവ് ഓൾവേസ് ടച്ച് ദ ഫീറ്റ് ഓഫ് ഗോഡ്, എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. 3 ആൾക്കാരുടെയാണ്, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന പോലെ 3 തരം ആൾക്കാരുടെയാണ് നമ്മൾ കാല് തൊട്ട് വന്ദിക്കാറുള്ളത്. ഒന്ന് മുതിർന്നവരുടെ, മറ്റ് ദൈവങ്ങളുടെ, അല്ലെങ്കിൽ പിന്നെ ടീച്ചേഴ്സിൻ്റെ, ഗുരുക്കന്മാരുടെ. ഇതല്ലാതെ എൽഡേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യാറില്ല, നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ കാല് തൊട്ട് വന്ദിക്കാറില്ല. ദിസ് ഈസ് വെരി അൺയൂഷ്വൽ ആൻഡ് ദിസ് ഈസ് വെരി സ്ട്രേഞ്ച്. ഇനി വി കൺസിഡർ ദാറ്റ് ആസ് എ മാർക്ക് ഓഫ് റെസ്പെക്ട്. അത് നമുക്കറിയാം, അത് നമ്മുടെ കൾച്ചറിലുള്ളതാണ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ട്രഡീഷൻ ബട്ട് ടുഡേ ദ റിവേഴ്സ് ഹാഡ് ഹാപ്പൻഡ്. സാധാരണ ഇതൊരു വലിയൊരു ഒരു പാരമ്പര്യമുള്ളൊരു കാര്യമാണ്, പക്ഷേ ഇറ്റ് ഹാപ്പൻഡ് ഇൻ റിവേഴ്സ്. ഇത് തലതിരിഞ്ഞു പോയി. മുതിർന്നവർ ചെയ്യേണ്ട യങ്സ്റ്റേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ എൽഡേഴ്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ what she had done was something very unusual. It was not correct. She said, I'm touching the feet of my teacher, not my granddaughter. A teacher who taught me so well, with so much affection that I can read any novel confidently in such a short period. Now I'm independent. ആ ഒരു വാക്കിലെ സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് ദാറ്റ് ടു ദിസ് ഇസ് എ മെമ്മോ, അല്ലെങ്കിൽ ദിസ് ഹാപ്പൻഡ് ഇൻ റിയൽ ലൈഫ്. ഇത് യഥാർത്ഥത്തിൽ നടന്ന കാര്യമാണെന്ന് ആലോചിക്കുമ്പോഴേ കുറച്ചൊരു ഒരു ടെൻഡർ ഫീലിങ്സ് നമ്മുടെ ഉള്ളിലും വരും. കാരണം ഗ്രാൻഡ് മദറോട് പറയുന്നു, നോക്കിയേ, ഞാൻ എൻ്റെ ടീച്ചറുടെ കാലുകളാണ് തൊട്ടത്, അല്ലാതെ ഞാൻ എൻ്റെ ഗ്രാൻഡ് ഡോട്ടറുടെ അല്ല. നമ്മളൊന്ന് ആലോചിച്ചേ. കാരണം ഗ്രാൻഡ് മദറിനെ സംബന്ധിച്ചിടത്തോളം ദി ഓൺലി ടീച്ചർ ഷീ എവർ ഹാഡ് ഇൻ ഹർ ലൈഫ് വാസ് സുധാമൂർത്തി. അപ്പോൾ അവരുടെ കാലുകളാണ് തൊട്ട് വന്ദിച്ചതെന്നാണ് പറയുന്നത്. ആൻഡ് യു ടോട്ട് മീ സോ വെൽ ആൻഡ് വിത്ത് സോ മച്ച് അഫെക്ഷൻ. സ്നേഹത്തോടെയാണ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് പഠിക്കുക എന്നുള്ള രീതിയിലല്ല. She taught her with so much affection that I can read any novel confidently. ഇപ്പോൾ എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടെ എന്തും എനിക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. ആൻഡ് നൗ ഐ ആം ഇൻഡിപെൻഡൻറ്റ്. ആ ഒരു ഫ്രീഡം ഇല്ലേ, ആ ഒരു പവറില്ലേ, ദ പവർ കംസ് വിത്ത് ഇൻഡിപെൻഡൻസ്, ദാറ്റ് യു ക്യാൻ ഡു ഓൾ യുവർ സ്റ്റഫ്, ഓൾ യുവർ ചോസ്, ഓൾ ബൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പവറില്ലേ. നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്നത്, നിങ്ങൾ ബാക്കിയുള്ള ഒരു കാര്യത്തിലും വേറൊരാളെ ഇൻഡിപെൻഡൻ്റ് ചെയ്യാതെ നമുക്ക് സ്വയമേ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലെത്തുമ്പോൾ അല്ലേ, ദാറ്റ് ഹാപ്പിനെസ്, ദാറ്റ് ജോയ്, അത് പ്രൈസ്ലെസ് ആണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അത് പ്രൈസ്ലെസ് എന്ന് വെച്ചാൽ എന്താ, നമുക്കതിന് വില കൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു റെസ്പെക്റ്റ് എ ടീച്ചർ. അല്ലേ, ഇതെൻ്റെ കടമയാണ് എൻ്റെ ടീച്ചറെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് നോട്ട് റിട്ടൺ ഇൻ ആ സ്ക്രിപ്റ്റേഴ്സ് ദാറ്റ് എ ടീച്ചർ ഷുഡ് ബി റെസ്പെക്റ്റഡ്? ഗ്രാൻഡ് മദർ ചോദിക്കുകയാണേ, നമ്മുടെ ലിഖിതങ്ങളിൽ എഴുതിയിട്ടില്ലേ, അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളിൽ എഴുതിയിട്ടില്ലേ? പുരാണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഹോളി സ്ക്രിപ്റ്റേഴ്സാണ്, അതായത് അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ദാറ്റ് എ ടീച്ചർ ഷുഡ് ബി റെസ്പെക്റ്റഡ്. ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടില്ലേ, നമ്മുടെ പുരാണങ്ങളിൽ അതൊന്നും പറയുന്നില്ലേ? ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ ഓർ ഏജ്. ആൺ പെൺ വേർതിരിവുണ്ടോ? ഈസ് ദർ എ ജെൻഡർ ഗ്യാപ്പ്, ഓർ ഈസ് ദർ എ ജെൻഡർ ഡിഫറൻസ്, ഓർ ഈസ് ദർ എ ഏജ് ഡിഫറൻസ് ദാറ്റ് which has to be considered while respecting a teacher?
അതിലെന്തെങ്കിലും പ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജെൻഡറിൻ്റെ ആവശ്യമുണ്ടോ, പരിഗണിക്കേണ്ടതുണ്ടോ? I did return her namaskara to her by touching her feet and gave my gift to my first student. ഞാൻ അവരുടെ കാല് തൊട്ട് വന്ദിച്ചു, തിരിച്ചും ഞാൻ കാല് തൊട്ട് വന്ദിച്ചു, എന്നിട്ട് എൻ്റെ ആദ്യത്തെ ഗിഫ്റ്റ് കൊടുത്തു. She opened it and read immediately the title Kashiyatre by Triveni and the publisher's name. അങ്ങനെ പുസ്തകം ആദ്യം കൈ കിട്ടുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഗ്രാൻഡ് മദറിന് അതെല്ലാം വായിക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ കാശിയാത്ര എന്നുള്ള ടൈറ്റിലും ത്രിവേണി എന്ന ഓതറിൻ്റെ നെയിമും ആ പബ്ലിഷറുടെ നെയിമൊക്കെ അവർക്ക് വായിക്കാൻ പറ്റി. ഐ ന്യൂ ദെൻ ദാറ്റ് മൈ സ്റ്റുഡൻറ്റ് ഹാഡ് പാസ്ഡ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഫ്ലൈയിങ് കളേഴ്സ് എന്ന് വെച്ചാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ലേ, അതായത് ഒരു അറ്റ്മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൈറ്റിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു ഇമ്മൻസ് ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ, How I Taught My Grandmother to Read. It's a very emotional read. നമുക്ക് ഭയങ്കര ഒരു ഇമോഷണൽ വാംത്ത് തരുന്നൊരു ചാപ്റ്ററാണ്. ഇറ്റ്സ് വെരി ക്യൂട്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കഥ. ഇതൊരു ഭയങ്കര ഒരു വാംത്ത് ആൻഡ് വെരി വെരി സ്മോൾ ആൻഡ് എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു വാംത്ത് ഓഫ് ലവ് ഓർ എ ടച്ച് ഓഫ് ലവ് ഫീൽ ചെയ്യുന്നൊരു കഥയാണ്. ഒരു കഥ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ സെമി ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറി ഓർ മെമോയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഷുഡ് ബി പ്രൊനൗൺസ്ഡ് ആസ് മെമോയർ. ശരിക്കും മെമോയർ എന്ന് പറയരുത്. ദാറ്റ്സ് എ വെരി മലയാളി വേ ഓഫ് സെയിങ് ഓർ പ്രൊനൗൺസിങ് ദ വേർഡ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. ഐ എം സോ ഹാപ്പി ദാറ്റ് ഇന്ന് എനിക്ക് നിങ്ങളെ ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിക്കാൻ പറ്റിയതിൽ. ആൻഡ് ദിസ് ബോണ്ട് ഹാസ് ടു ബി റീറ്റെയിൻഡ്. നമുക്ക് ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. നമുക്ക് ഈ ഒരു ഹോൾ ഇയർ കൂടെ ഉണ്ടാവണം. ഇംഗ്ലീഷിൻ്റെ എന്തൊരു കാര്യത്തിനും ഐ വിൽ ബി വിത്ത് യു ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ടീച്ച് യു ഗൈസ്. നിങ്ങളെല്ലാവരും ഇന്ന് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല. ബട്ട് ഇഫ് യു കുഡ് ടെൽ ഔട്ട് യുവർ നെയിംസ്, ഐ വിൽ ട്രൈ ടു റിമെമ്പർ സം ഓഫ് യുവർ നെയിംസ്. എല്ലാവരുടെയും പേര് എനിക്കിപ്പോൾ ഓർത്ത് വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഐ വിൽ ട്രൈ ടു റിമെമ്പർ സം ഓഫ് യുവർ നെയിംസ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ഓക്കെ, ആൻഡ് ഫോർ ലിസണിങ് മീ. ഓക്കെ, സോ നമുക്ക് ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ബിഫോർ എൻഡിങ് ദിസ് സെഷൻ. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആഫ്റ്റർ ദിസ് ലൈവ് പ്ലീസ് ഡ്രോപ്പ് എ കമൻറ്റ്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടോ, നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയോ, ഇനിയും ഇതുപോലത്തെ ലൈവ് സെഷൻസ് വേണമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊന്ന് പ്ലീസ് ഡ്രോപ്പ് എ കമൻറ്റ്. ആൻഡ് പ്ലീസ് ഡ്രോപ്പ് എ കമൻറ്റ് അബൌട്ട് ഓഫ് യുവർ ഫീഡ്ബാക്ക് ഓൺ ദിസ് ക്ലാസ്. ഓക്കെ, സോ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ചാനൽ എക്സ്ക്ലൂസീവ്ലി ഫോർ യു ഗൈസ് 9th CBSEക്ക് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ക്ലൂസീവ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. യു വിൽ ഗെറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ്, നോട്ട്സ്, ലൈവ് നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ പ്ലീസ് ട്രൈ ടു ജോയിൻ ദ കമ്മ്യൂണിറ്റി ചാനൽ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൽ ബി വെരി യൂസ്ഫുൾ ഫോർ യുവർ എക്സാമിനേഷൻസ്. അവിടെ നിങ്ങൾക്ക് പരമാവധി സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾ ഇതുപോലത്തെ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിനും എല്ലാ സബ് ടോപ്പിക്സിനും ഒക്കെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഓൾ യു ഹാവ് ടു ഡു ഈസ് ടു ജോയിൻ സൂപ്പർ ബാച്ച് എക്സ്ക്ലൂസീവ്ലി ഫോർ ക്ലാസ് 9 CBSE. അപ്പോൾ ഈ പ്രാവശ്യത്തെ സൂപ്പർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രീവിയസ് പ്രൈസ് എന്ന് പറയുന്നത് 13,000 ആയിരുന്നു, ഓർ 12,999 ആയിരുന്നു. ഇപ്പോൾ അത് 9,999 രൂപയായിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി 9,999 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മേജർ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അത് കുറച്ച് സമയത്തേക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു തുടക്ക സമയത്തേക്ക് മാത്രമുള്ളൊരു ഓഫറാണ്. ഇപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുണ്ടാവും, എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് മെൻറ്റർഷിപ്പും അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസിനുള്ളയും ഓപ്ഷൻ ഉണ്ട്. പിന്നെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ടാവും, ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, ആൻഡ് വീക്ക്ലി ലൈവ് സെഷൻസ് ഉണ്ടാവും. എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. ആൻഡ് 30+ വീക്ക്ലി ടെസ്റ്റ് ഫോർ എക്സാം റെഡിനെസ്. നിങ്ങൾ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ആക്കുന്ന 30+ വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് മറ്റൊരു സാധനമാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കും കൂടെ മനസ്സിലാക്കി തരുന്ന അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളൊക്കെ AI എനേബിൾഡ് ലേണിംഗ് പ്രോഗ്രസ്, നിങ്ങൾ എത്ര പഠിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ റെഡിയാക്കണം എന്നുള്ളത് കണ്ടിന്യൂസ്ലി മോണിറ്റേർഡ് ആയിരിക്കും. നിങ്ങൾ പഠിപ്പിക്കുന്നത് ഓരോ സബ്ജക്റ്റിലെയും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയിരിക്കും. ആൻഡ് ഓൾ ടുഗെദർ 200+ ക്ലാസ് അവേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. അതായത് നിങ്ങളുടെ വീക്ക്നെസ്സിനെ കണ്ടുപിടിച്ചിട്ടായിരിക്കും നിങ്ങളെ പരമാവധി ഹെൽപ്പ് ചെയ്യുന്നത്.
ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മാത്സിൻ്റെ ബേസിക്സിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു പെർട്ടിക്കുലർ കോഴ്സായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഹിന്ദി ബേസിക്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇഫ് യു വോണ്ട് ടു ലേൺ എനിത്തിങ് മോർ അബൌട്ട് ദിസ് കോഴ്സ് ഓർ ദിസ് ബാച്ച്, all you have to do, give a call to this number. ഈ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾക്ക് തൊട്ട് താഴെ സ്ക്രോളിലും കാണാൻ പറ്റും. അതർവൈസ് ഞാൻ ഇങ്ങനെയും കൂടെ കാണിക്കാം. നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഗിവ് ഇറ്റ് എ ട്രൈ. നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഉള്ളത്, താഴെ ഞാനൊരു കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് വിളിക്കും. നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് ചോദിക്കാം. യു വിൽ ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ്. ആൻഡ് ഫൈനലി ചെറിയൊരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ നീറ്റിനോ ജെയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നൊരു ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്. പക്ഷേ ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് നമ്മൾക്ക് എല്ലാവരെയും എടുക്കാൻ പറ്റില്ല. പക്ഷേ അതിനൊരു സ്ക്രീനിങ് ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം. നിങ്ങൾക്ക് അതിലുള്ള കഴിവുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യിക്കുന്നതാണ് ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത്. നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഒറ്റ ട്രയൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, ഒരുപാട് ചേട്ടനും ചേച്ചിമാരും എല്ലാവരും ഇതിൻ്റെ പുറകെ കുറേ വർഷങ്ങളോളം കഷ്ടപ്പെടുന്നുണ്ട്. അത് നമുക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെയൊക്കെ മുന്നിലെത്താം. അപ്പോൾ 7ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള 10th സ്റ്റാൻഡേർഡ് വരെയുള്ള എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ച്. അതിലേക്ക് നിങ്ങൾക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്കൊന്ന് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് ചെയ്യുക. 1, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. 2, നിങ്ങൾ സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലിങ്കും കാണാൻ പറ്റും. ജസ്റ്റ് ഫിൽ ഇറ്റ് ഔട്ട്. ആൻഡ് 3rd, നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്കും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ. ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്കിനി വേറൊരു ക്ലാസ്സിൽ കാണാം. വിൽ സീ യു ദേർ. ബൈ.